ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്ന കൽപ്പവൃക്ഷം. അതാണ് ലളിതാ സഹസ്രനാമം. ആദിപരാശക്തിയായ മഹാദേവിയുടെ സമ്പൂർണ്ണ അവതാരമായ ലളിതാ ത്രിപുര സുന്ദരീ ദേവിയുടെ മഹത്വം വെളിപ്പെടുന്ന ഒരു നാമമന്ത്രമാണ് ഇന്നത്തെ അധ്യായത്തിൽ. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവ്യമായ സഹസ്രനാമത്തിലെ ഈ നാമത്തിലൂടെ നാം ദർശിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളുടെ സമ്പൂർണമായിട്ടുള്ള രൂപവും മഹാദേവിയുടെ വിരലുകളിൽ സംഗമിച്ച് അവതരിക്കുന്ന അസുലഭമായ ഒരു സന്ദർഭമാണ്. ബ്രഹ്മാണ്ഡപുരാണത്തിലെ ലളിതോപാഖ്യാനത്തിൽ ഭണ്ഡാസുരനുമായിട്ടുള്ള ഉഗ്രമായ യുദ്ധസമയത്ത് ദേവന്മാരെയും പ്രപഞ്ചത്തെയും രക്ഷിക്കുന്നതിനായി മഹാദേവിയുടെ ഓരോ വിരലുകളിൽ നിന്നും ശ്രീ മഹാവിഷ്ണുദേവൻ്റെ ഓരോ അവതാരങ്ങൾ ഉണ്ടാവുകയും ഭണ്ഡാസുരനിൽ നിന്നും പുറപ്പെട്ട ഉഗ്രദൈത്യന്മാരുടെ സമ്പൂർണ്ണ നാശം ഈ വൈഷ്ണവ അവതാരങ്ങളിലൂടെ സാധ്യമാവുകയും ചെയ്യുന്നു. വശിന്യാദി വാഗ്ദേവതകൾ ഈ മഹാസംഭവം ദർശിച്ച് അവ ഏതാനും അക്ഷരങ്ങളിൽ അതിമനോഹരമായി കോർത്തുവച്ചു. അതാണ് കരാംഗുലി നഖോൽപ്പന്ന നാരായണ ദശാകൃതി. കൈവിരലുകളുടെ നഖങ്ങളിൽ ഉൽപ്പന്നമായ നാരായണൻ്റെ ദശാകൃതികളോടുകൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. കൈവിരലുകളുടെ നഖങ്ങളിൽ ഉൽപ്പന്നമായ, അതായത് ഉണ്ടായ നാരായണൻ്റെ ദശാകൃതികളോട് കൂടിയവൾ. മത്സ്യം, കൂർമ്മം, വരാഹ ആദിയായിട്ടുള്ള ദശാവതാര രൂപങ്ങളോട് കൂടിയവൾ എന്നാണ് സാമാന്യമായ അർത്ഥം. ലളിതാ പരമേശ്വരിയും ഭണ്ഡാസുരനുമായി നേരിട്ടുള്ള യുദ്ധത്തിൽ അസുരാധിപനായിട്ടുള്ള ഭണ്ഡാസുരൻ സർവവിദ്യാസ്വരൂപമായ വേദത്തെ അപഹരിച്ച അസുരശ്രേഷ്ഠന്മാരെ ദിവ്യാസ്ത്ര പ്രഭാവം കൊണ്ട് സംജാതമാക്കി. മഹാരാജ്ഞിയുടെ വലത്തെ തൃക്കൈയിലെ പെരുവിരലിൽ നിന്നും മഹാമത്സ്യമൂർത്തിയായ നാരായണൻ അവതരിച്ച് ആ അസുരന്മാരെ നശിപ്പിച്ചു. മഹാവീരനായ ഭണ്ഡൻ അർണവാസ്ത്രം പ്രയോഗിച്ചു. അതിൻ്റെ പ്രഭാവം കൊണ്ടുണ്ടായ ഉഗ്രമായ ജലപ്രവാഹത്തിൽ ദേവിയുടെ ശക്തി സൈന്യം മുഴുകി. ലളിതാദേവിയുടെ വലതുകൈയിലെ ചൂണ്ടുവിരലിൽ നിന്ന് 10,000 യോജന വിസ്താരമുള്ള ആമയുടെ രൂപത്തിൽ ശ്രീ മഹാവിഷ്ണുദേവൻ അവതരിച്ചു. ആ ആദികൂർമ്മം വെള്ളത്തിലകപ്പെട്ട ശക്തികളെ തൻ്റെ പുറത്ത് വഹിച്ചുകൊണ്ട് അർണവാസ്ത്രത്തിൽ നിന്നും രക്ഷിക്കുകയുണ്ടായി. തുടർന്ന് ഭണ്ഡാസുരൻ മഹത്തായ ഹിരണ്യാക്ഷാസ്ത്രത്തെയാണ് പ്രയോഗിച്ചത്. അതിൽ നിന്നും ഗദ ധരിച്ചുകൊണ്ട് അനേകം ഹിരണ്യാക്ഷന്മാർ ഉത്ഭവിച്ചു. ഹിരണ്യാക്ഷന്മാരാൽ ഹനിക്കപ്പെട്ട ശക്തി സൈന്യം ചിന്നിച്ചിതറി. യുദ്ധകർമ്മത്തിൽ സൈന്യത്തിന് ഉറപ്പില്ലാതായി. അന്നേരം ലളിതാ പരമേശ്വരീ ദേവിയുടെ വലതു കൈയിലെ നടുവിരൽ നഖത്തിൽ നിന്നും വെളുത്ത വർണ്ണത്തോടും കൈലാസപർവ്വതം പോലെ ഭീമവുമായ ആദിവരാഹം ആവിർഭവിച്ചു. വജ്രായുധം പോലെ അതിതീക്ഷ്ണമായ തൻ്റെ തേറ്റ കൊണ്ട് കോടിക്കണക്കിനുള്ള ഹിരണ്യാക്ഷന്മാരെ ആദിവരാഹം മർദ്ദിച്ച് നശിപ്പിക്കുകയുണ്ടായി. പരാജയം നേരിടുമെന്ന് ഭയന്ന ഭണ്ഡാസുരൻ കോപം കൊണ്ട് തൻ്റെ പുരികത്തെ വളച്ചു. വളഞ്ഞ പുരികത്തിൽ നിന്നും കോടിക്കണക്കിന് ഹിരണ്യകശിപുമാർ ഉണ്ടായി. ജ്വലിക്കുന്ന ആദിത്യനെപ്പോലെ ദീപ്തന്മാരും ദീപ്തപ്രകടനന്മാരുമായ ആ ഹിരണ്യകശിപുമാർ ശക്തിസേനയെ മർദ്ദിക്കുകയും പ്രഹ്ലാദനെ പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് ലളിതോപാഖ്യാനം. ശക്തിദേവതമാരുടെ പരമമായ ആനന്ദമാകുന്ന പ്രഹ്ലാദമാണ് ബാലരൂപത്തിൽ ദേവിയുടെ സന്നിധിയിൽ എത്തി ശരണം പ്രാപിച്ചത്. ദയതോന്നിയ ലളിതാ പരമേശ്വരീ ദേവി ശക്തിദേവതമാരുടെ ആഹ്ലാദരൂപമായ ബാലനെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ വലത്തെ തൃക്കൈയിലെ മോതിരവിരൽ കുടഞ്ഞു. അതിൽ നിന്നും ചലിക്കുന്ന ജടാപടലത്തോടും ജ്വലിക്കുന്ന 3 കണ്ണുകളോടും സിംഹത്തിൻ്റെ മുഖത്തോടും കഴുത്തിൽ നിന്നും കീഴ്പോട്ട് മനുഷ്യരൂപത്തോടും നരസിംഹരൂപിയായിട്ട് ഭഗവാൻ ശ്രീനാരായണൻ ആവിർഭവിച്ചു. നഖങ്ങളാകുന്ന ആയുധങ്ങളോടുകൂടിയവനും കാലരുദ്രസ്വരൂപനും ഘോരമായ അട്ടഹാസങ്ങളെ മുഴക്കുന്നവനും അസംഖ്യം കൈകൾ ഉള്ളവനും ശ്രീലളിതാ പരമേശ്വരീ ദേവിയുടെ ആജ്ഞാകരനുമായ നരസിംഹമൂർത്തി എല്ലാ ഹിരണ്യകശിപുമാരെയും വജ്രകഠിനങ്ങളായിട്ടുള്ള നഖപംക്തികൾ കൊണ്ട് പിളർന്നു കളഞ്ഞു. തുടർന്ന് ആ അസുരവീരൻ മഹാഘോരവും സർവ്വദേവതകളെയും നശിപ്പിക്കുന്നതിന് പ്രാപ്തവുമായ ബലീന്ദ്രം എന്ന അസ്ത്രത്തെയാണ് അമ്മയുടെ നേർക്ക് പ്രയോഗിച്ചത്. അതിൽ നിന്നും 1000കണക്കിന് മഹാബലിമാർ ആവിർഭവിച്ചു. ലളിതാദേവിയുടെ വലത്തെ തൃക്കൈയുടെ ചെറുവിരലിൽ നിന്നും ബലീന്ദ്രാസ്ത്രത്തിൻ്റെ ദർപ്പം ശമിപ്പിക്കുന്നതിനായിക്കൊണ്ട് 100 കണക്കിന് വാമനമൂർത്തികളാണ് ആവിർഭവിച്ചത്. കയ്യിൽ പാശമേന്തിയ അവർ പെട്ടെന്ന് വളരുന്നവരും അതിബലവാന്മാരുമായിരുന്നു. ആ വാമനമൂർത്തികൾ
ത്രിവിക്രമന്മാരായിട്ട് വളർന്ന് മഹാബലികളെ പാശം കൊണ്ട് കെട്ടി ആ അസ്ത്രത്തെ നശിപ്പിച്ചു കളഞ്ഞു. ഭണ്ഡാസുരൻ യുദ്ധത്തിൽ മഹത്തായ ഹൈഹയാസ്ത്രത്തെയാണ് തുടർന്ന് പ്രയോഗിച്ചത്. അതിൽ നിന്നും 1000 കൈകളോടുകൂടിയ അനേകം കാർത്തവീര്യാർജുനന്മാർ ഉണ്ടായി. ത്രിപുരസുന്ദരീ ദേവിയുടെ ഇടത്തെ തൃക്കൈയിലെ പെരുവിരലിൻ്റെ നഖത്തിൽ നിന്നും കത്തിജ്വലിക്കുന്ന കാന്തിയോടുകൂടി പരശുരാമൻ ക്രുദ്ധനായി സിംഹനാദം മുഴക്കിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം തൻ്റെ കയ്യിലുള്ള മഴുവിൻ്റെ പ്രഹരം കൊണ്ട് കാർത്തവീര്യാർജുനന്മാരെയെല്ലാം സംഹരിച്ചു കളഞ്ഞു. ഭണ്ഡാസുരൻ ഏറ്റവും അധികം കോപിഷ്ഠനായി ഹുങ്കാരം മുഴക്കി. അതിൽ നിന്നും ചന്ദ്രഹാസം കയ്യിലേന്തിയും 1000 രാക്ഷസ അക്ഷൗഹിണിപ്പടകളാൽ ചുഴലപ്പെട്ടും ദശമുഖനും 20 കൈകൾ ഉള്ളവനുമായ രാവണൻ ആവിർഭവിച്ചു. രാവണനോടൊപ്പം അനുജനായ കുംഭകർണൻ, മകനായ മേഘനാഥൻ എന്നിവരോട് ചേർന്ന് ശക്തിസേനയെ മർദ്ദിക്കുവാൻ ആരംഭിച്ചു. ലളിതാപരമേശ്വരീ ദേവിയുടെ ഇടത്തെ കൈയിലെ ചൂണ്ടുവിരൽ നഖത്തിൽ നിന്നും ശ്രീരാമൻ ലക്ഷ്മണസമേതം ജന്മമെടുത്തു. ജടാമകുടം ധരിച്ചവനും വൽക്കലം ഉടുത്തവനും പിന്നിൽ ആവനാഴി ബന്ധിച്ചവനും നീലോൽപ്പലദളം പോലെ ശ്യാമള കളയബരനുമായ ശ്രീരാമസ്വാമി തൻ്റെ ദിവ്യമായ അസ്ത്രങ്ങളെ കൊണ്ട് ഭണ്ഡാസുരൻ്റെ ഹുങ്കാരത്തിൽ നിന്നും ജന്മം കൊണ്ട ദശമുഖാദികളെ മുഴുവനും ലക്ഷ്മണനോടൊപ്പം ചേർന്ന് സംഹരിച്ചു. ഭണ്ഡാസുരൻ അതിഭയങ്കരമായ വിവിധാസ്ത്രമാണ് പ്രയോഗിച്ചത്. അതിൽ നിന്നും ചെമ്പിച്ച കണ്ണുകളോടുകൂടിയ അനേകം വാനരന്മാരുണ്ടായി. ക്രോധത്താൽ ചുവന്ന മുഖത്തോടുകൂടിയവരും ഹനുമാനോട് തുല്യന്മാരുമായ ആ വാനരന്മാർ ശക്തിസേനയെ ആക്രമിച്ചു തുടങ്ങി. ലളിതാപരമേശ്വരിയുടെ ഇടത്തെ തൃക്കൈയിലെ നടുവിരലിൽ നിന്നും നീലവസ്ത്രം അണിഞ്ഞവനും കൈലാസപർവ്വതം പോലെ വെളുത്ത വർണ്ണമുള്ളവനും ക്രോധം കൊണ്ടും മദ്യപാനം കൊണ്ടും രക്തവർണ്ണമായ കണ്ണുകളോടുകൂടിയവനും ഹലായുധം അതായത് കലപ്പ ധരിച്ചവനുമായിട്ട് ബലരാമസ്വാമി ആവിർഭവിച്ചു. കവികളെയെല്ലാം ബലരാമൻ ക്ഷണനേരം കൊണ്ട് നശിപ്പിച്ചു. അനന്തരം ഭണ്ഡാസുരൻ രാജാസുരം എന്ന മഹാസ്ത്രമാണ് പ്രയോഗിച്ചത്. അതിൽ നിന്നും അനേകം അസുരരാജന്മാർ ഉണ്ടായി. ശിശുപാലൻ, ദന്തവക്ത്രൻ, കാശീശൻ, സാൽവൻ, പൗണ്ഡ്രകവാസുദേവൻ, ഹംസകൻ, ഡിംഭകൻ, ശംബരൻ, പ്രലംബൻ, ബാണാസുരൻ, കംസൻ, ചാണൂരൻ, മുഷ്ടികൻ, ഉൽപ്പലശേഖരൻ, അരിഷ്ടകൻ, ധേനുകൻ, കേശി, കാളിയൻ, പൂതന, ശകടൻ, തൃണാവർത്തൻ തുടങ്ങി നിരവധി അസുരന്മാരാണ് ആയുധങ്ങളുമായി ശക്തിസേനയെ സൈന്യസമേതം നേരിട്ടത്. തത്സമയം ശ്രീ വാസുദേവൻ ലളിതാദേവിയുടെ ഇടത്തെ തൃക്കൈയിലെ മോതിര വിരലിൻ്റെ നഖത്തിൽ നിന്നും ആവിർഭവിക്കുകയുണ്ടായി. അദ്ദേഹം വാസുദേവൻ, ബലരാമൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിങ്ങനെ 4 മൂർത്തികളായി പിരിഞ്ഞ് 4 വ്യൂഹങ്ങളുണ്ടാക്കി അസുര രാജാക്കന്മാരെയെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. ഭണ്ഡാസുരൻ അത്യന്തം ക്രുദ്ധനായിക്കൊണ്ട് ധർമ്മവിപ്ലവത്തെ ചെയ്യാൻ ശക്തിയുള്ള അതിഭയങ്കരമായ കല്യാസ്ത്രത്തെ പ്രയോഗിച്ചു. കലി അതിദേവതയായിട്ടുള്ള ആ അസ്ത്രത്തിൽ നിന്നും നാനാദേശക്കാർ നാനാവർഗക്കാരുമായ നിരവധി ദുഷ്ടന്മാരാണ് ആവിർഭവിച്ചത്. അവർ ശക്തിസേനയെ ശക്തമായി തന്നെ ആക്രമിച്ചു തുടങ്ങി. ലളിതാദേവിയുടെ അതീവ ഭാസത്തായ ഇടത്തെ കൈയുടെ ചെറുവിരലിൻ്റെ നഖത്തിൽ നിന്നും കൽക്കി എന്ന പേരിൽ ശ്രീ മഹാവിഷ്ണുദേവൻ ആവിർഭവിച്ചു. അദ്ദേഹം കുതിരപ്പുറത്തു കയറി അത്യന്തം ഐശ്വര്യത്തോടുകൂടിയവനായി അട്ടഹസിക്കുകയും ചെയ്തു. ആ അട്ടഹാസത്തിൻ്റെ ഇടിമുഴക്കം പോലെയുള്ള ധ്വനി കൊണ്ട് തന്നെ ദുഷ്ടന്മാരായ രാക്ഷസന്മാർ മോഹാലസ്യപ്പെട്ടു. ലളിതോപാഖ്യാനം 26-ാം അധ്യായത്തിൻ്റെ സംക്ഷിപ്തമായ ഒരു രൂപമാണ് ഇവിടെ പറഞ്ഞത്. ഈ നാമം ലളിതാ പരമേശ്വരീ ദേവി നാരായണാദികളായിട്ടുള്ള ത്രിമൂർത്തികൾക്കും ഉൽപ്പത്തി സ്ഥാനമാണ് എന്നും അവരിൽ നിന്നും പരയാണെന്നും സിദ്ധിക്കുന്നു. ജീവനെ സംബന്ധിച്ച ജാഗ്രത്, സുഷുപ്തി തുടങ്ങിയ 5 അവസ്ഥകളെയും ഈശ്വരനെ സംബന്ധിച്ച സൃഷ്ടി തുടങ്ങിയ 5 അവസ്ഥകളെയും ചേർത്താണ് ദശാവതാരങ്ങളായി പറയുന്നത് എന്നും ഈ ദശാകൃതികൾ അമ്മയുടെ കൈവിരലുകളുടെ നഖങ്ങളിൽ നിന്നും അനായാസമായി ഉണ്ടായി എന്നും മനസ്സിലാക്കേണ്ടതാണ്. ഇപ്രകാരം നാരായണ ശബ്ദം ജീവനെയും ഈശ്വരനെയും സൂചിപ്പിക്കുന്നു. ദശാശബ്ദം അവസ്ഥയെയും കൃതി എന്ന പദം കൃത്യത്തെയും കർമ്മത്തെയും സൂചിപ്പിക്കുന്നു. അതിമഹത്തായ ഒരു നാമമന്ത്രമാണ് ഇത് എന്ന് മനസ്സിലായല്ലോ. ഈ നാമത്തോടൊപ്പം ഹ്രീം എന്ന
ശബ്ദം കൂടി ചേർത്തുകൊണ്ട് ഓം ഹ്രീം കരാംഗുലി നഖോൽപ്പന്ന നാരായണ ദശാകൃത്യൈ നമഃ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ്. ശ്രീ ലളിതാ പരമേശ്വരിയുടെ ഏതെങ്കിലും ഒരു ധ്യാനരൂപം, അതായത് ഒരു രൂപം മനസ്സിൽ ഉറപ്പിച്ച് ധ്യാനിച്ചുകൊണ്ട് ദിവസവും ഈ നാമം ജപിക്കുന്നവർക്ക് അമ്മ എപ്പോഴും കൂടെയുണ്ടാകുന്നതാണ്. ശത്രുസംഹാരത്തിന് ലളിതാ പരമേശ്വരിയുടെ നാമമന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ നാമത്തെ ഗുരു ഉപദേശിച്ചു തന്നിട്ടുണ്ട്. ശക്തിസ്വരൂപിണിയായ ലളിതാ പരമേശ്വരിയുടെ ഈ അതിമഹത്തായ നാമം, ഭഗവതിയുടെ അതിശക്തമായ സാന്നിധ്യം ഒരു ഗ്രഹത്തിൽ ഉണ്ടാകുന്നതിന് അത്യുത്തമമാണ്. ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ജലം എടുത്ത് മോതിരവിരൽ അതിൽ തൊട്ടുകൊണ്ട് ഈ മന്ത്രം 21 പ്രാവശ്യം ജപിച്ച ശേഷം അത് വീടിനകത്തും പുറത്തും തളിച്ചാൽ ആഭിചാരദോഷവും ശത്രുദോഷവും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതാണ്. 51 പ്രാവശ്യം ചെമ്പോലയിൽ എഴുതി 1001 പ്രാവശ്യം ജപിച്ച് യന്ത്രമാക്കി ശരീരത്തിൽ ധരിച്ചാൽ അത് സുദർശന യന്ത്രം പോലെ ഫലം നൽകും. പക്ഷിപീഡ, ബാലാരിഷ്ടതകൾ എന്നിവ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അല്പം ചന്ദനമോ ഭസ്മമോ എടുത്ത് ഈ മന്ത്രം 7 പ്രാവശ്യം ജപിച്ച് തിലകമായി തൊട്ടുകൊടുക്കുക. പെട്ടെന്ന് തന്നെ കുഞ്ഞ് സുഖം പ്രാപിക്കുന്നതായി അനുഭവിച്ച് തന്നെ അറിയാം. ഈ മന്ത്രം സ്ഥിരമായി ജപിക്കുന്നവർക്ക് കവചമായി അമ്മ കൂടെയുണ്ടാകും. എല്ലാവരെയും ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.